ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് എന്താണ് FPG എന്നുള്ള കാര്യവും അതേപോലെ തന്നെ എങ്ങനെ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള FPG മാർക്കറ്റിൽ ഫൈൻഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പോണത്. ഓക്കെ, അതിനു മുമ്പ് ഞാൻ FPG എങ്ങനത്തെ പ്രോപ്പർ FPG കണ്ടുപിടിക്കാന്നുള്ളതിന് മുമ്പ് നമുക്ക് എന്താണ് FPG എന്നുള്ള കാര്യം അറിയണം. എന്താണ് FPGയും അതേപോലെ ഏതൊക്കെ തരത്തിലുള്ള FPG ആണ് മാർക്കറ്റിലുള്ളത്, അതായത് ടൈപ്സ് ഓഫ് FPG. നമുക്ക് ആദ്യം ടൈപ്സ് ഓഫ് FPG നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് FPG ആണ് മാർക്കറ്റിലുള്ളത്. ഒന്ന് ബുള്ളിഷ് FPG യും ഒന്ന് ബിയറിഷ് FPG യും. ബുള്ളിഷ് FPG മീൻസ് മാർക്കറ്റ് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്ന FPG ആണ് ബുള്ളിഷ് FPG. ബിയറിഷ് FPG മീൻസ് മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്ന FPG നെ പറയുന്ന പേരാണ് ബിയറിഷ് FPG എന്ന് പറയാം. ഓക്കെ, അതാണ് രണ്ട് തരത്തിലുള്ള FPG. ആ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി ഈ ഒരു കാര്യം നോക്കാം. എന്താണ് FPG എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എങ്ങനെ ഒരു ഹൈ പ്രോബിലിറ്റി FPG കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ലൈവ് മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു FPG ഫോം ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ബേസിക് ആയിട്ട് എന്താ വേണ്ടത്? ഒരു 3 candle ഫോർമേഷൻ ആദ്യം വേണം. അതായത് ഒരു 3 candle ആദ്യം ഫോം ചെയ്തിട്ടുണ്ടാവണം. ഈ ഒരു കേസസിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതായത് ബുള്ളിഷ് FPGയിൽ നമുക്ക് ആദ്യം നോക്കാം. നമുക്കൊരു 3 candle ആദ്യം ഫോം ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ നമുക്ക് 3 candle ആദ്യം ഫോം ചെയ്തിട്ടില്ലേ? ഒരു candle, 2 candle, 3 candle. 3 candle ആദ്യം നമുക്ക് ഫോം ചെയ്തിട്ടില്ലേ? ഈ ഒരു 3 candle നമുക്ക് എന്താണ്, ഈ ഒരു 3 candle നമുക്ക് ഏതൊരു ഭാഗമാണ് FPG ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ ഐഡന്റിഫൈ ചെയ്യാം. അതായത് FPG ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണത് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലെ ഹൈയും ഈ ഒരു തേർഡ് ക്യാൻഡിലിന്റെ ലോയും തമ്മിൽ ടാപ്പ് ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും തേർഡ് ക്യാൻഡിലിന്റെ ലോയും തമ്മിൽ ഇത്രത്തോളം ഗ്യാപ്പ് ഇല്ലേ? അതായത് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും തേർഡ് ക്യാൻഡിലിന്റെ ലോയും തമ്മിലുള്ള ഗ്യാപ്പിനെ പറയുന്ന പേരാണ് FPG എന്ന് പറയാ. അപ്പൊ അതായത് നമുക്ക് ഈ ഒരു തേർഡ് ക്യാൻഡിലിന്റെ ലോ, അതായത് ഈ ഒരു തേർഡ് ക്യാൻഡിലിന്റെ ലോ നമുക്ക് ഇത്രത്തോളം വന്നു, ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ ഇത്രത്തോളം വന്നു എന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ഈ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് FPG ഉണ്ടോ? അതായത് ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും തേർഡ് ക്യാൻഡിലിന്റെ ലോയും തമ്മിൽ ടാപ്പ് ചെയ്തിട്ടില്ലേ? അതായത് ഈ ഒരു ഭാഗം ടാപ്പ് ചെയ്തിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിനെ FPG ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് FPG ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും തേർഡ് ക്യാൻഡിലിന്റെ ലോയും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവുമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ പറയണതാണ് ബുള്ളിഷ് FPG. അതായത് ഞാൻ പറയണത് വീണ്ടും ശ്രദ്ധിച്ചു വെക്കുക. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും തേർഡ് ക്യാൻഡിലിന്റെ ലോയും നമ്മൾ ടാപ്പ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് അപ്പൊ ഒരു സംഭവം, അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. അതായത് ഈ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. ഈ ഒരു 3 ക്യാൻഡിലിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. ആ ഒരു ഗ്യാപ്പിനെ പറയണ പേരാണ് ബേസിക്കലി FPGനെ അങ്ങനെ പറയാം. ആ ഒരു ഗ്യാപ്പിന് പറയുന്ന പേരാണ് FPG. അത് ബുള്ളിഷ് FPG ആണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത്. അപ്പൊ നമുക്ക് ബിയറിഷ് FPG മാർക്കറ്റിൽ എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഓക്കെ, ബിയറിഷ് FPG പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോയും തേർഡ് ക്യാൻഡിലിന്റെ ഹൈയും തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഓവർലാപ്പ് ചെയ്യാത്ത സമയത്ത് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യില്ലേ? ആ ഒരു ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ബിയറിഷ് FPG. നമ്മൾ ബുള്ളിഷ് FPGയിൽ എന്തൊരു എക്സാമ്പിൾ ആയിരുന്നു പറഞ്ഞത്? ബുള്ളിഷ് FPGയിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ, നമ്മളിവിടെ എടുത്തത്. ബിയറിഷ് FPGയിൽ പറഞ്ഞത് ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ. ഇത്രത്തോളം ഇങ്ങനെ ഈ ഒരു കാര്യം മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. നമുക്കൊരു ഈസി ആയിട്ട് മാർക്കറ്റിൽ FPGനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു FPG എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതായത് FPG മാർക്കറ്റിൽ ഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ബുള്ളിഷ് FPGയും ബിയറിഷ് FPGയും. അത് നമുക്ക് എങ്ങനെ ലൈവ് മാർക്കറ്റിൽ ഫൈൻഡ് ചെയ്യാന്നുള്ള കാര്യം കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ ലൈവ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള വേറെ ആൾക്കാർക്ക് ഉണ്ടാവുന്ന കൺഫ്യൂഷൻ ആണ് ഈ ഒരു തിയറിറ്റിക്കൽ ബേസിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നു, ഇതാണ് ബുള്ളിഷ് FPG, ഇതാണ് ബിയറിഷ് FPG എന്ന് പറഞ്ഞു. നമ്മൾ ലൈവ് മാർക്കറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് FPGs കാണാൻ പറ്റും. പക്ഷെ ആ ഒരു FPGയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് അനുസരിച്ച പോലെ ഈ ഒരു ബുള്ളിഷ് FPG വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് മേലോട്ട് കയറി പോകണം എന്നൊരു നിർബന്ധമില്ല. അതേപോലെ ബിയറിഷ് FPGയിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങി പോകണമെന്ന് ഒരു നിർബന്ധമില്ല എന്നല്ല, അത് നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൂടുതൽ കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള FPG നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേസസ് ഓഫ് സിനാരിയോസ് നമുക്ക് സംഭവിക്കുന്നത്.
അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യം, എങ്ങനെ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള FVG മാർക്കറ്റിൽ ഫൈൻഡ് ചെയ്യാം എന്നുള്ള കാര്യം ഇപ്പോൾ ലൈവ് മാർക്കറ്റിൽ നമുക്ക് കാണിച്ചു തരാം. അതായത് ലൈവ് ചാർട്ടിൽ നമുക്ക് എങ്ങനെ ഈ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് GBP USDയുടെ ചാർട്ടാണ് എടുത്തുള്ളത്. 50 മിനിറ്റ് ടൈം ഫ്രെയിമിന്റെ ചാർട്ടാണ് എടുത്തുള്ളത്. ഇന്നത്തെ ചാർട്ടാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു ഇന്നത്തെ ആ ഒരു ഏരിയയിൽ നമുക്കൊരു ബുള്ളിഷ് എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അതായത് ഒരു ബുള്ളിഷ് FVGന്റെ എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇത് നമുക്ക് ബിയറിഷ് FVGന്റെ കേസസിൽ ഇതിന് നിങ്ങൾക്ക് തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിയറിഷ് FVGന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആദ്യം ബുള്ളിഷ് FVGന്റെ കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ എങ്ങനെ ഒരു ബുള്ളിഷ് FVG ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറി പോയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ അത് ഹൈ പ്രോബിലിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നോർമലി വേറെ FVGസിലൊന്നും മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല. അതായത് വേറെ FVGസിലൊന്നും മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള FVGയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് തിരിച്ച് മേലോട്ട് കയറി പോകുന്നത് നമുക്ക് മനസ്സിലാക്കണം. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തു. ഞാൻ 50 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തതിന് ശേഷം ഞാൻ ഒരു ലിക്വിഡിറ്റി മാർക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. മാർക്കറ്റ് ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തതിന് ശേഷം ഒരു ലിക്വിഡിറ്റി മാർക്കറ്റിൽ മാർക്ക് ചെയ്തു. ഞാൻ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിക്വിഡിറ്റി, അതായത് 50 മിനിറ്റ് ടൈം ഫ്രെയിമിന്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പുഷും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ലിക്വിഡിറ്റി നമുക്ക് ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പും ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്കും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബ്രേക്ക്, ഒരു ഷിഫ്റ്റ് തന്ന് മാർക്കറ്റ് മേലോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മേലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം വരുന്ന ഒരു FVG, അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു FVGയിൽ നമുക്ക് ആദ്യം ഫോം ചെയ്തിട്ടുള്ളത് കണ്ടോ? അതായത് ഫസ്റ്റ് ക്യാൻഡിൽ, ഒരു 3 ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും തേർഡ് ക്യാൻഡിലിന്റെ ലോയും തമ്മിൽ ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ബുള്ളിഷ് FVG എന്ന് പറയാം. അപ്പൊ നമുക്ക് ബുള്ളിഷ് FVG കിട്ടിയില്ലേ മാർക്കറ്റില്? ഓക്കെ, ബുള്ളിഷ് FVG കിട്ടി. ബുള്ളിഷ് FVGയിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യും. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? നമ്മളെ FVGന്റെ ഉള്ളിലോട്ട്. ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിക്കാനുണ്ട്. മാർക്കറ്റിൽ ചിലവരുടെ മെയിൻ മിസ്റ്റേക്ക് ആണ് FVGന്റെ ഉള്ളിലോട്ട് കുറച്ചും കൂടി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ FVGന്റെ ഉള്ളിലോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൽ FVGന്റെ ഉള്ളിലോട്ട് ടാപ്പ് ചെയ്തിട്ട് എത്രത്തോളം മാർക്കറ്റ് ഡൗണിലോട്ട് വരും, അതായത് എത്രത്തോളം FVG ഫില്ല് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കാര്യത്തില് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു FVGന്റെ ഉള്ളിലോട്ട് ടാപ്പ് ചെയ്ത് ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യണം. ആ ഒരു FVGന്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടി. എന്നിട്ട് നമുക്ക് ആ ഒരു ലോ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. ആൻഡ് ദെൻ ടാർഗറ്റ് 1:2 നമ്മളെ ടാർഗറ്റും വെച്ചു. 1:2.5 നമുക്ക് ടാർഗറ്റ് എടുക്കുന്നുണ്ട്. 1:2 തന്നെ നമ്മൾ വെച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, 1:2 നമ്മൾ ടാർഗറ്റ് വെച്ചു എന്ന് വിചാരിക്കാം. 1:2 ടാർഗറ്റ് നമുക്ക് ഈസി ആയിട്ട് അടിച്ചിട്ടുണ്ട്. അതായത് FVG ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണം നമുക്ക് ആ ഒരു FVG മാർക്കറ്റിൽ കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് അതേപോലെ ഒരു ബിയറിഷ് എക്സാമ്പിൾ കൂടി ജസ്റ്റ് നോക്കിയാലോ? ഓക്കെ, ഇവിടെ നമുക്കൊരു ബിയറിഷ് എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു ബിയറിഷ് എക്സാമ്പിൾ ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, മാർക്കറ്റിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ നോർമലി വേറെ ആൾക്കാർ ചെയ്യുന്നത് അവർ ഹൈ ഒന്നും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാണ്ട് മാർക്കറ്റിൽ ഒരു FEGs എല്ലാം ഫോം ചെയ്യുന്ന സമയത്ത് അങ്ങനെ മാർക്കറ്റിൽ ഫൈൻഡ് ചെയ്യണ ഓരോ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അവിടെയാണ് എല്ലാവർക്കും ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെ എടുക്കുന്ന FEGs ആയിരിക്കും ലോ പ്രോബബിലിറ്റി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാതെ പോവുക. ഓക്കെ, നമുക്ക് അവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഷിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഡൗൺലോഡ് പുഷ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പ്, അതായത് കണ്ടോ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടില്ലേ, ഈ ഒരു ഗ്യാപ്പിലോട്ട് വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത ഉടനെ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ബിയറിഷ് FEG ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതായത് ബിയറിഷ് FEG എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാൻഡലിന്റെ ലോയും തേർഡ് ക്യാൻഡലിന്റെ ഹൈയും തമ്മിൽ ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിനെ നമ്മൾ ബിയറിഷ് FEG ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയായിരിക്കും നമ്മുടെ ടാർഗറ്റ് വരിക? ഈ ഒരു FEGന്റെ ഉള്ളിലോട്ട്, അതായത് ഈ ഒരു ബിയറിഷ് FEGന്റെ ഉള്ളിലോട്ട് വന്ന ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. എൻട്രി പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാർഗറ്റ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? ടാർഗറ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് കണ്ടോ, ഇവിടെ ആ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ ആ ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി വന്ന് സ്വീപ്പ് ചെയ്തിട്ട് തിരിച്ച് മേലോട്ട് കയറി പോയിട്ടുള്ളത്. ഈ ഒരു FEG വന്ന് ടാപ്പ് ചെയ്തിട്ട്, ഈ ഒരു ലിക്വിഡിറ്റി വന്ന് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറിപ്പോയി. ഇവിടെ ഒരു FEG മാർക്കറ്റ് ഫോം ചെയ്തു, അതായത് ഒരു ബുള്ളിഷ് FEG മാർക്കറ്റ് ഫോം ചെയ്തു. ഈ ഒരു ബുള്ളിഷ് FEGന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. ഇത് കണ്ടോ, ഇവിടെ ഞാൻ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഒരു ബുള്ളിഷ് FEGന്റെ ഉള്ളിലോട്ട് വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു, പക്ഷെ മാർക്കറ്റ് ഒരുപാട് ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഒരുപാട് ഉള്ളിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് കുറച്ച് വന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് ആ ഒരു ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിന്റെ വ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു ലെവല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് മാർക്കറ്റ് എത്രത്തോളം ഡൗണിലോട്ട് വരും, എത്രത്തോളം മേലോട്ട് പോകും, മാർക്കറ്റിന്റെ കണ്ടീഷൻ ബിയറിഷ് ആണോ, മാർക്കറ്റിന്റെ കണ്ടീഷൻ ബുള്ളിഷ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരുപാട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു ഹൈ ടൈം ഫ്രെയിമിന്റെ അനാലിസിസും എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്ന വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.